വരില്ല, അവൻ വരില്ല. ഇത്രയൊക്കെ സംഭവിച്ചില്ലേ കഴിഞ്ഞ 2 ദിവസമായിട്ട്? എന്നിട്ട് അവൻ നിന്നെ ഒന്ന് വിളിച്ചോ? അത് ചിലപ്പോ വിളിക്കാൻ പറ്റാഞ്ഞിട്ടായിരിക്കും. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല ഇന്ദു, നീ അതങ്ങ് വിട്. നിനക്ക് പറഞ്ഞിട്ടുള്ളത് ഇതാ, നീ വെറുതെ ആവശ്യമില്ലാതെ. ആഹാ, നിങ്ങളിവിടെ സ്വകാര്യം പറഞ്ഞിരിക്കുകയാണോ? വാ, മുഹൂർത്തം ആവാറായി. ഇന്ദു മോളെ, തൊട്ട് പോരുത്. നീ പോകൂടി ഇവന്റെ കൂടെ. പോകും, എനിക്ക് ജീവനുണ്ടെങ്കിൽ പോകും. മോളെ, രാജാ വേണ്ട, പുകഞ്ഞ കൊള്ളി പുറത്ത്. ഹലോ, ഗോപാലകൃഷ്ണൻ സാറല്ലേ? ഇത് ഷാജഹാനാണ്. സംഗതി ഞാൻ കണ്ടുപിടിച്ചു. സാർ ഇവിടെയുണ്ട്, പാലാരിവട്ടത്തെ പുതിയ വീട്ടില്. അതെ, അവിടെ തന്നെ. കാറ് പുറത്ത് കിടപ്പുണ്ട്, പക്ഷെ കോളിംഗ് ബെല്ല് അടിച്ചിട്ട് തുറക്കുന്നില്ല. മനപ്രയാസം കൊണ്ട് എന്തെങ്കിലും അവിവേകം കാണിക്കുമെന്ന് എന്റെ പേടി. കല്യാണം കഴിഞ്ഞാൽ ഉടനെ ആ പെങ്കൊച്ചിന് ഗിഫ്റ്റായി കൊടുക്കാൻ വാങ്ങിയതാണ് വീടെന്ന് ഓർക്കണം. ആ വീട്ടിൽ കയറി കഥ കടച്ച് അങ്ങേര് വല്ല അവിവേകവും കാണിച്ച ഞങ്ങളുടെയൊക്കെ വീട്ടിലെ കഞ്ഞൂടി പൊട്ടുന്നുള്ള കാര്യം ഉറപ്പാ. ഇല്ല സാർ, ഞാനിനി കരയുന്നില്ല. അല്ലെങ്കിൽ തന്നെ കരഞ്ഞിട്ടെന്താ കാര്യം? പോവാനുള്ളത് പോയില്ലേ. സാറ് പെട്ടെന്ന് ഇങ്ങ് വാ. സാർ എവിടെ? ആ സുന്ദരി പെണ്ണിനെയും കെട്ടി കൊട്ടാരം കണക്കുള്ള ഈ വീട്ടിൽ ഹണിമൂൺ ആഘോഷിക്കാൻ കൊതിച്ച കക്ഷിയല്ലേ? ചെയ്തു പോകും. ആരായാലും തനിയെ ആത്മഹത്യ ചെയ്തു പോകും. ഹരി, എടാ ഹരി, ഇത് ഞാനാ. നീ ബാലോർക്ക്. മോനെ ഹരി, വാതിൽ തുറക്ക്. മോനെ ഹരി, എന്താ മോനെ നീ എന്താ ഒന്നും പറയാതെ ഇങ്ങോട്ട് പോന്നത്? എന്തിനാ എങ്ങനെ നടന്ന് ബഹളം വെക്കുന്നത്? എന്നെ ബുദ്ധിമുട്ടിക്കാൻ ഒന്ന് പോകാമോ പ്ലീസ്? ഹരി മോനെ, ഞാൻ അമ്മയുടെ കാല് പിടിച്ച് പറഞ്ഞില്ലേ എനിക്കിപ്പോ കല്യാണം വേണ്ടാന്ന്. എന്തെല്ലാം സ്വപ്നങ്ങളായിട്ട് ജീവിച്ചവനാ ഞാൻ. എന്നിട്ടിപ്പോ എന്തായി? എല്ലാം തകർന്നില്ലേ? ഞാൻ ഇനി ആളുകളുടെ മുഖത്ത് എങ്ങനെ നോക്കും? ആത്മഹത്യ ചെയ്താലോന്ന് വരെ പലവട്ടം ഞാൻ ആലോചിച്ചതാ. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. എന്റെ മോനിങ്ങനെ വിഷമിക്കാതെ. ആ നാശം പിടിച്ച പെണ്ണ് നമ്മുടെ വീട്ടിലേക്ക് വരാതിരുന്നത് ഒരു ഭാഗ്യമെന്ന് കരുതിയാ മതി. നല്ല സുന്ദരി പെൺപിള്ളേരെ എന്റെ മോന് വേറെ കിട്ടും. വേണ്ടമ്മേ, എനിക്കിനി ആരും വേണ്ട. ദയവ് ചെയ്ത് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കാതെ ഒന്ന് പോകാമോ? സിനിമയിലെ നായകനെയും നായികയും പോലെ നമ്മുടെ മനസ്സിൽ ഇവരിപ്പോൾ സ്ഥാനം പിടിച്ചേക്കാം. ധീരനായ കാമുകൻ, അവന് ചേർന്ന കാമുകി. പക്ഷെ ഒരു തെറ്റും ചെയ്യാത്തൊരു നിരപരാധിയെക്കുറിച്ച് ഇവിടെ ആരും ചിന്തിച്ചില്ല.
സമൂഹത്തിന്റെ മുന്നിലും സ്വന്തം മനസാക്ഷിയുടെ മുന്നിലും എളിഭ്യനായ ഒരു ഹതഭാഗ്യം. ആ ഹതഭാഗ്യം ഞാനായിരുന്നു. 400 കോടിയുടെ ആസ്തിയുള്ള സ്റ്റാർലൈൻ സോഫ്റ്റ്വെയർ ഇൻകോർപ്പറേറ്റ്സിന്റെ MDയും ചെയർമാനുമായ ഞാൻ, ഹരീന്ദ്രൻ, OG ഹരീന്ദ്രവർമ്മ, ഒരു IT കമ്പനിയുടെ CMDക്കുള്ള ടെൻഷനും ഹെക്ടിക് ഷെഡ്യൂൾസുമൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതിൽ നിന്നൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ശീർഷാസനം ചെയ്യുന്നത്. ഇത് ബുദ്ധി വർദ്ധിപ്പിക്കും, ആയുസ്സും വർദ്ധിപ്പിക്കും. ഇതിനിടയിൽ ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്താലോ സംഗതി ആകെ കുഴപ്പത്തിലാവും. കളഞ്ഞു കുളിച്ചോളൂ താൻ. യോഗാസനം ചെയ്യുമ്പോൾ വിളിക്കരുന്ന് പറഞ്ഞിട്ടുള്ളൂ. ആള് ചത്തുപോകുന്നതിലും വലുതാണോ ചായ നടക്കുന്നത്? എനിക്കൊരു ജ്യൂസ് മാത്രം മതി. തടി കുറച്ച് കൂടുന്നുണ്ട്, ഒന്ന് സ്ലിം ആവണം. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചവനെന്നാണ് എന്റെ കൂട്ടുകാരൊക്കെ എന്നെ കുറിച്ച് പറയുന്നത്. ലക്ഷങ്ങളുടെ അല്ല, കോടികളുടെ കണക്കായിരുന്നു എന്റെ അച്ഛന് പറയാനുണ്ടായിരുന്നത്. പക്ഷേ കാശിന്റെ വില എനിക്കറിയാം. കാരണം ഈ സമ്പാദ്യങ്ങളുടെ പുറകിലുള്ള ഒരു വലിയ അധ്വാനത്തിന്റെ കഥ അച്ഛൻ ഇടയ്ക്കിടെ എന്നെ ഓർമ്മിപ്പിക്കുമായിരുന്നു. മാത്രമല്ല, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പാവങ്ങൾ സഹായം അഭ്യർത്ഥിക്കുമ്പോൾ അത് പൂർണ്ണ മനസ്സോടെ നിർവഹിക്കണമെന്ന് എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കൊടുക്കുന്തോറും ഏറിടും എന്നാണല്ലോ പ്രമാണം. പക്ഷേ ചില തുരപ്പന്മാരുണ്ട്, ഗ്യാപ്പ് കണ്ടാൽ കാശടിച്ചുകൊണ്ട് പോകുന്ന ചിലർ. അവരിൽ ചിലർ ഈ പ്രക്രിയയെ കടം എന്ന ഓമന പേരിട്ട് വിളിക്കുന്നു. എന്നാൽ ചില ഹൈടെക് തുരപ്പന്മാര് ഇതിനെ ദാനം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ പിന്നെ ഒന്നും തിരിച്ചു കൊടുക്കണ്ടല്ലോ. അങ്ങനെയുള്ള ഹൈടെക് തുരപ്പന്മാരിൽ ഒരാളാണ് എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത്, എൻ്റെ ബെസ്റ്റസ്റ്റ് ഫ്രണ്ട് ഗോപാലകൃഷ്ണൻ. GK എന്ന തുരപ്പൻ ഗോപാലകൃഷ്ണൻ. ഓസിന് പൊട്ടടിച്ച് ജീവിക്കുക എന്നുള്ളത് എനിക്ക് പാരമ്പര്യമായി കിട്ടിയ ഒരു സ്വഭാവ വിശേഷമാണ്. എൻ്റെ അച്ഛനപ്പൊപ്പന്മാർ തൊട്ടേ ദാനധർമ്മങ്ങൾ സ്വീകരിച്ച് ജീവിക്കാൻ ഒട്ടും മടിയില്ലാത്തവരായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കും ഒട്ടും മടിയില്ല കേട്ടോ. 10 ഗുണം 10 ഗുണം. കുളി കഴിഞ്ഞ് ക്രീമിൽ കുളിക്കുക എന്നുള്ളത് ഇപ്പം എൻ്റെ ഒരു ശീലമായി മാറിയിരിക്കുന്നു. വേൾഡിൽ കിട്ടാവുന്ന എല്ലാ ഫേമസ് ബ്രാൻഡുകളുടെയും പെർഫ്യൂമുകളും ബോഡി ക്രീമുകളും ദാ ഇവിടെയുണ്ട്. ഇതൊക്കെ ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതല്ല കേട്ടോ. ഞാൻ സുന്ദരനാകാൻ വേണ്ടി എനിക്ക് ഹരീന്ദ്രൻ വാങ്ങി തന്നതാ. എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമായതുകൊണ്ട് പറയുക. ഓസിന് കിട്ടിയ ലാസിഡും അസ്ഥാനത്തടിക്കുന്ന അവസ്ഥയിലാണ് ഞാനിപ്പോൾ. എൻ്റെ അലമാര നിറയെ ഫോറിൻ പാൻറ്റുകളും ഷർട്ടുകളുമാണ്. പക്ഷേ അതെ, ഇത് മാത്രം ഞാൻ ഓസിന് മേടിക്കില്ല. ഹരീന്ദ്രൻ്റെ അടിച്ചു മാറ്റുന്നതാ. പണമില്ലാത്തവൻ പിണമെന്ന തത്വശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ. കാശില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം? ചിലർ അധ്വാനിച്ച് കാശുണ്ടാക്കുന്നു, ചിലർ എരന്ന് കാശുണ്ടാക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടില്ലേ, മാർഗമല്ല പ്രധാനം ലക്ഷ്യമാണെന്ന്. എന്നെ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലേക്ക് എടുക്കാമെന്ന് ഹരീന്ദ്രൻ ഏറ്റിട്ടുണ്ട്. അത് കഴിഞ്ഞ പിന്നെ ഞാൻ കോടീശ്വരനല്ലേ. എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത്, ഞാൻ എന്ത് ചോദിച്ചാലും അവൻ തരും, ചോര പോലും. അല്ലെങ്കിൽ ഞാൻ ഊറ്റും. ദൈവമേ, 2 പീസ് ചിക്കനും കൂടി വിളമ്പിടും. 4 ഭ്രാന്ത. ഹരി കഴിച്ചില്ലേ? സാറിന് ജ്യൂസ് മാത്രം മതി, സ്ലിപ്പ് ആവാനാണ്. താൻ രാവിലെ എത്ര ചപ്പാത്തി കഴിച്ചു? 4 ചപ്പാത്തി. പോയി അപ്പുറത്തുനിന്ന് 4 കൂടി വെട്ടി വിഴുങ്ങ്. 4 സ്ലിപ്പാവാൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എടാ, എന്റെ ഡ്രോവറിലിരുന്ന് 500-ന് ഒരു കെട്ട് നീ എടുത്തോ. 500 കേട്ടാ? ഞാൻ എടുത്തില്ല. കള്ളം പറയല്ലേ, നീ അല്ലാതെ അത് ആരും അവിടെ എടുക്കില്ല. 50,000-ന്റെ അത് ഇന്നലെ എന്താ ആവശ്യം വന്നപ്പോ ഞാൻ എടുത്തതാ. എടാ, ഇന്നലെ ബാങ്കില്ലായിരുന്നു. അതുകൊണ്ട് അപ്പൊ പിന്നെ നീ അല്ല എന്റെ ബാഗ്. പിന്നെ നിന്റെ അലമാരിക്കകത്തിരുന്ന സ്കോച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി സത്യം പറഞ്ഞില്ല എന്ന് വേണ്ട. ഏത്? ആ ബ്ലൂ ലേബലോ? ബ്ലൂ ലേബൽ ആണെങ്കിലും റെഡ് ലേബൽ ആണെങ്കിലും കള്ളു തന്നെയല്ലേ. എടാ, ഒരു സ്മോള് വെച്ച് മൂന്നുന്ന നിനക്ക് എന്തിനാണ് 1 ലിറ്ററിന്റെ ബോട്ടില്? അല്ലല്ലോ, നിന്നെ കൊണ്ട് കുടിപ്പിക്കരുതെന്നാണ് അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. നീ കൂടുതൽ വിസ്തരിക്കൊന്നും വേണ്ട. ഇനി ഇത് ഞാൻ സമ്മതിക്കില്ല. ഇന്നത്തോടു കൂടി നിർത്തിക്കോ നിന്റെ ഈ സഹവാസം. നീ നിന്റെ ഫ്ലാറ്റിലേക്ക് കെട്ട് കെട്ടാൻ നോക്ക്. നീ ഇങ്ങനെ ചങ്കി കൊള്ളുന്ന വർത്താനൊന്നും പറയല്ലടാ. എടാ, ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ ഒരു മ്യൂച്വൽ ഷെയറിംഗ് ഒക്കെ വേണ്ടേ? പിന്നെ നിനക്കറിയാലോ, നീ ഇല്ലാതെ എനിക്ക് എന്താ ആഘോഷം? മാത്രമല്ലടാ, നിന്റെ കൂടെയുള്ള ഈ കളിയും ചിരിയും ഈ വഴക്കിടിലും ഒക്കെ കൊണ്ടാണ് ഞാൻ എന്റെ ദുഃഖങ്ങളെല്ലാം മറക്കുന്നത്. എന്തു ദുഃഖം? അല്ലാതെ പിന്നെ ദുഃഖങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ? നിനക്ക് ദുഃഖങ്ങളില്ലേ? എനിക്ക് ദുഃഖങ്ങളില്ലേ? അതുകൊണ്ട് എന്നെ പിരിഞ്ഞുള്ള ജീവിതം നിനക്ക് വേണ്ട. നീ ഇപ്പൊ ഫുഡ് പഴയതുപോലെ ശ്രദ്ധിക്കുന്നേ ഇല്ല. പതപ്പിക്കല്ലേ. ഒരു സമയം ഒരുപാടായി. ലെറ്റ്സ് ഗോ.
23 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട ഗോപാലകൃഷ്ണനല്ല ഇന്ന് നിങ്ങൾ കാണുന്ന തൊരപ്പൻ ഗോപു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. നീ എന്തൊക്കെ ചിന്തിച്ചാലും നിന്നെ ഞാൻ ഒഴിഞ്ഞു പോവില്ല മോനെ. വടി കണ്ടാൽ കരയുന്ന, എന്ത് പറഞ്ഞാലും മോങ്ങുന്ന ഒരപ്പാവയിൽ നിന്ന് സൂത്രശാലിയായ ബിസിനസ്മാനായി അവൻ വളർന്നിരിക്കുന്നു. സ്വല്പം തരികിടയുണ്ടെങ്കിലും ആളൊരു മിടുമിടുക്കൻ. ഓൾ ദി ബെസ്റ്റ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എറണാകുളത്ത് സ്വവർഗ പ്രേമികളൊക്കെ ഒത്തുകൂടുന്നത് മെറൈൻ ഡ്രൈവിലാണെന്നാണ് ഗോപുവിന്റെ കണ്ടുപിടുത്തം. അതുകൊണ്ടാണോ അവൻ എന്നോട് അവിടെ തന്നെ ഒരു ഫ്ലാറ്റ് വാങ്ങാൻ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷേ ചില സമയത്ത് അവന്റെ പെരുമാറ്റം കാണുമ്പോൾ ഇവനും ഒരു ചെറിയ സ്വവർഗപ്രേമിയാണോ എന്ന് എനിക്ക് വരെ തോന്നിപ്പോയിട്ടുണ്ട്. പക്ഷെ ഒരു സത്യം പറയട്ടെ, എന്റെ കളിക്കൂട്ടുകാരനായ GK എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവനില്ലാതെ ഒരു ദിവസം കഴിച്ചു കൂട്ടുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്താണ് രാമേട്ടാ, ഇന്നലെ രാത്രി നന്നായിട്ട് ഉറങ്ങിയോ? പിന്നെ നല്ല അസലായിട്ട് ഉറങ്ങി. അയ്യോ ഇല്ല സാർ, ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല സാർ. ഒരു ബോളെ കണ്ണടച്ചിട്ടില്ല. ഇതിലേതാണ് ഞാൻ വിശ്വസിക്കേണ്ടത്? സത്യമാണ് സാർ. രാവിലെ മോർണിംഗ് ഷിഫ്റ്റിന്റെ ആള് വരുന്നവരെ ഞാൻ കണ്ണ് തുറന്നു പിടിച്ചിരിക്കാനും സാർ. രാത്രിയിലകത്ത് പിള്ളേരൊന്ന് പണിയായിരുന്നോ അതോ വേറെ വല്ല ഏർപ്പാടും? സാറ് പറഞ്ഞ അനുസരിച്ച് ഓരോ അരമണിക്കൂറിൽ ഞാൻ അകത്ത് പോയി നോക്കും. എല്ലാരും നല്ല ഉറക്കത്തിലായിരുന്നു. അല്ലല്ല നല്ല പണിയിലായിരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞു. എന്തോന്നത് ചേട്ടന്റെ മോൻ കണ്ടാൽ അറിഞ്ഞൂടെ ഇന്നലെ ഒട്ടും ഉറങ്ങിയിട്ടില്ലെന്ന്? ചേട്ടാ ഇങ്ങനെ ഉറക്കൊഴിയുന്നുണ്ടാ ഈ വലിയ ശരീരം മെലിഞ്ഞു പോകുന്നു. ക്യാൻറ്റീനിൽ പോയി 100 പൊറോട്ട. വാ വാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് എന്താ നമുക്ക് ഗുഡ് മോർണിംഗ് ഇല്ലേ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്താ പൊട്ട് ശ്രദ്ധിച്ചു നോക്കിയത്? എല്ലാത്തിനും ഞാൻ തന്നെ എടാ കുട്ടിയുടെ ഐസി കിടക്കാന്ന്. നീ ICU-ലാവല്ലേ? Good morning, sir. Good morning, Rekha. How are you? I'm fine. How are you? Fine. Sir, around 76 applications are came. From that 30 are online and others by mail. അതിൽ എലിജിബിൾ ആയിട്ടുള്ള എത്ര പേരുണ്ട്? 25 to 30, sir. അവരുടെ മാത്രം ലിസ്റ്റ് ഉണ്ടാക്കി bring all the resumes to my room. Sir. സാർ ബാക്കിയുള്ളവർക്ക് വേണ്ടി നമ്മളിപ്പോ എന്ത് ചെയ്യും സാർ? അത് നമുക്ക് താൻ പേടിക്കണ്ടോ ഷാജഹാൻ. അത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ IT കമ്പനിക്കോ ജെസിനിക്കോ നെസ്റ്റിനോ നമുക്ക് സബ് കോൺട്രാക്ട് കൊടുക്കാം. അതിനവരെ നോട്ടിഫൈ ചെയ്യണ്ടേ? That's already done, man. Don't worry. ഇന്ന് സ്മാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. Thank you. താങ്ക് യു സാർ. It's my pleasure. ഹരി ഹരി ആ കുട്ടീനെ കാണാൻ നല്ല ഐശ്വര്യല്ലേ? നിനക്ക് ഈ പണി നിർത്താറായില്ല. എപ്പോഴും നിർത്തുന്നു വിചാരിക്കൂടാ, പക്ഷെ ആ കുട്ടീനെ കാണുമ്പോൾ പിന്നെ തുടങ്ങും. രാഹുൽ, എന്തായി അമേരിക്കൻ ട്രിപ്പ് ഒക്കെ? What about your sister's exam? ഞാൻ പറഞ്ഞില്ലേ സർ പാസ്സായി. മതി വാ. അത് ഓൾറെഡി പാസ്സായതാടാ. നീ വല്ല പെമ്പിള്ളാരുടെ തല്ലുകൊണ്ടേ ചാവുള്ളൂ. നീ കരുനാക്ക് വിളച്ചൊന്നും പറയല്ലേ. ഗുഡ് മോർണിംഗ് ഗുഡ് സർ. മോർണിംഗ്. ആർക്കട്ടാ രാവിലെ ഫോണില്? ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജോസ്മി. ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ഞാൻ ആ പഴയ സ്വപ്നം കണ്ടു. നമ്മൾ രണ്ടുപേരും കൂടി പാരീസിലേക്ക് പറക്കുന്നത്. സാറിന് ഇതല്ലാതെ വേറൊന്നും പറയാനില്ലേ? ഞാൻ ആ പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്തോ? പോയി വർക്ക് ചെയ്തോ? യൂസ്ലെസ്. നമ്മളെ വഴി തെറ്റിക്കാൻ നോക്കണേ. ഹസ്ബൻഡ് ദുബായിന്ന് വന്നു അല്ലേ? വേണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് വന്നാ പോരായിരുന്നു. എന്തൊക്കെയുണ്ട് ജെയിംസ് വിശേഷം? ഞാൻ സാറിനെ കണ്ടിട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എവിടെ പോകാൻ? ഞാൻ ഇയാളെ ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് ഇന്നലെ ഒരു നോട്ടീസ് കൊടുത്തിരുന്നു. ടെർമിനേറ്റ് ചെയ്തു? അതിനൊക്കെ കാരണമൊന്നുണ്ടായി? ലേഡീസിന്റെ ഭാഗത്തുനിന്ന് ഇയാളെ കുറിച്ച് ഭയങ്കര കംപ്ലൈന്റ്. എന്റെ പൊന്ന് സാറേ, ഇതൊരുമാരെ പെരുമന്തൻ ഉണ്ണിമന്തനെ കണ്ടിട്ട് കുറ്റം പറയണ പോലെയാണ്. ഞാൻ പെമ്പിള്ളേരെ കണ്ടാ ചിരിക്കാറുണ്ട്, പക്ഷേ GK സാറിനെ പോലെ കത്തി വെച്ച് കൊല്ലാറില്ല. നൈറ്റ് ഷിഫ്റ്റിൽ GK സാർ ഇവിടെ വരുന്നത് പെമ്പിള്ളേരെ കണ്ട് പഞ്ചാര അടിക്കാനാണെന്ന് ആരോ പറഞ്ഞത്. ഞാൻ അന്ന് തെറ്റിദ്ധരിച്ചായിപ്പോയി നടപടി. താൻ അങ്ങനെ പറഞ്ഞു? ഇല്ല സാർ. ഇനി മേലിൽ GK സാറിനെ കുറിച്ച് മനസ്സിൽ അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത്. ഇല്ല സാർ. നിനക്കറിയാലോ, ഞാനൊരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാറില്ല. അതെനിക്കറിയാം. അത് മതി. GK, ഇത്തവണത്തേക്ക് ക്ഷമിച്ചേക്ക്. ജെയിംസേ, പോയി ജോലി നോക്ക്. താങ്ക് യു സാർ. ചെയർമാൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഇത്തവണത്തേക്ക് തന്നെ ഞാൻ വിട്ടിരിക്കുന്നു. അങ്ങനെ ഇങ്ങോട്ട് പേടിപ്പിക്കാതെ സാറേ. ഇവിടത്തെക്കാൾ 25,000 രൂപ ശമ്പളം കൂടുതൽ വേറെ വല്ലയിടത്തും മേടിക്കാൻ എനിക്കറിയാം. പക്ഷെ ഒരു സത്യം പറയട്ടെ, സാറി അരിയന്ദ്രൻ സാറിന്റെ കൂടെ നടന്ന് ഈ വലിയ കമ്പനി കുട്ടിച്ചോറാക്കും, അതെനിക്ക് ഉറപ്പാ. നിർത്തോ. ഏറിയ ഒരാഴ്ച തനിക്ക് ഇവിടെ ആവശ്യമുള്ളൂ. പോയി വർക്ക് ചെയ്യണോ? യൂസ്ലെസ്. ഈ യൂസ്ലെസിനെ കൊണ്ടും ചിലപ്പോ യൂസ് ഉണ്ടാവൂട്ടാ. എന്ത് യൂസ്? ഇനി എന്നെ ദ്രോഹിച്ച തന്നെ കൊന്ന് ഞാൻ ജ്യൂസാക്കി കുടിക്കും. ഹരി,
ഹലോ യെസ് കണക്ട് മീ. ഹലോ അമ്മേ. ആ എന്തുകൊണ്ട് വിശേഷം? ഞാൻ മൊബൈലിൽ എത്ര നേരായിട്ട് വിളിക്കുന്നു, എടുത്തതേ ഇല്ല. അയ്യോ സൈലന്റ് മോഡിലായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. എന്താ അമ്മേ കാര്യം? ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ച് കേക്കണം. നിനക്ക് ആ കൃഷ്ണൻ നായർ അങ്കിളിനെ അറിയില്ലേ? അച്ഛന്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്ന. അത് കൊള്ളാം. അങ്കിളിനെ അറിയാത്തവർ ആരാ ഉള്ളത്? അദ്ദേഹം ഇന്നലെ ഒരു പ്രപ്പോസലുമായിട്ട് വന്നു. കൃഷ്ണൻ നായരുടെ മകൾ ഇന്ദുവിനെ നിനക്ക് ഓർമ്മയില്ലേ? ഇന്ദു? ഓർക്കുന്നില്ല. എടാ നീ ഇത് പറ്റില്ല എന്ന് പറയരുത്. ആ കുട്ടിയുടെ കുറച്ച് ഫോട്ടോ ഞാൻ നിനക്ക് ഇമെയിൽ അയച്ചിട്ടുണ്ട്. നീ ഒന്ന് കണ്ടു നോക്ക്, നിനക്ക് ഇഷ്ടപ്പെടും. എനിക്ക് ഉറപ്പാ. അയ്യോ ഈ അമ്മയ്ക്ക് എത്ര പറഞ്ഞാലും എന്താ മനസ്സിലാവാത്തത്? ഈ തിരക്കിനിടയ്ക്ക് ഒരു വർഷത്തെ ടൈമെങ്കിലും വേണമെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ. കല്യാണത്തെ പറ്റി ഒരു തരത്തിലും എനിക്കിപ്പോ ചിന്തിക്കാൻ പറ്റില്ല. ഒരു വർഷോ? 2 മാസത്തിനകം കല്യാണം നടത്തണം. ആ കുട്ടി ഈ വർഷം എഞ്ചിനീയറിംഗ് പാസ് ഔട്ട് ആവും. ഈ വർഷം പാസ് ഔട്ടോ? അപ്പൊ എന്നെക്കാളും 6-7 വയസ്സ് ഇളയതായിരിക്കില്ലേ അമ്മേ? അതൊന്നും ശരിയാവില്ല. അമ്മ മോനെ നിർബന്ധിക്കുന്നില്ല. അച്ഛനെ ഓർത്തിട്ടെങ്കിലും നീ കല്യാണത്തിനൊന്ന് സമ്മതിക്ക്. ആദ്യം നീ ഫോട്ടോ എന്ന് കാണ്. എനിക്കിപ്പോ പ്ലാൻ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനു ഫോട്ടോ കാണണം? അയ്യോ ചൂടാവല്ലേ മാഡം. ഓക്കെ ഞാൻ വൈകിട്ട് വിളിക്കാം.